കാണിച്ചു കൊടുക്കുകയാ. അവരെ കാണുന്നത് സ്വർഗമാണ്, അവരാസ്വദിക്കുന്നത് സ്വർഗമാണ്, അവരുടെ സന്തോഷം സ്വർഗമാ. സ്വർഗം കാണുന്നവന് പിന്നെ എന്ത് വേദന? അവരെ പുഞ്ചിരിച്ച് കണ്ണടക്കുകയാ. അപ്പൊ നന്നാകുമോ പൊന്നുമോളെ, നന്നാകുമോ പൊന്നുമോനെ? മനുഷ്യരെ നാം നല്ലവരായി ജീവിക്കുമോ? യാത്ര പുഞ്ചിരിയോട് കൂടെയാണ്, സന്തോഷത്തിന്റെ യാത്രയാണ്, ആനന്ദത്തിന്റെ യാത്രയാ. അല്ലാഹു പാവങ്ങളായ നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല യാത്ര പോലും ആനന്ദമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന യാത്ര ഉണ്ടല്ലോ, അത് വല്ലാത്ത സന്തോഷ. പാവങ്ങളായ നമുക്ക് ലത്തീഫായ റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ അല്ലാഹുവിനോട് ദ്വാരക്കുക. കാരണം നല്ല മനുഷ്യർ മരിച്ച പറയാലോ, എന്നത് വേഗം കൊണ്ടുപോകൂ, എന്നത് വേഗം കൊണ്ടുപോകൂ, ഖദ്ദിമൂനി 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 എന്ന് നല്ല ആളുകൾ പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വേഗം മയ്യത്തെടുക്കണം എന്നാ. മയ്യത്തെ വേഗം നമ്മൾ മയ്യത്തെ കാണൽ പ്രഹസനം നടത്താറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. മയ്യത്തെ കാണൽ പ്രഹസനം, മയ്യത്തെ കുളിപ്പിച്ചിട്ടും പിന്നെ കാണലോട് കാണല്, കണ്ടോനെന്നെ പിന്നെയും കാണും അല്ലേ? അതിൽ സ്ത്രീകളാണ് മുൻപന്തി. സഹോദരികളെ ചെയ്യരുത്. മയ്യത്ത് ആഗ്രഹിക്കുന്നത് വേഗം മറവ് ചെയ്യണം. മയ്യത്ത് പറയും, നല്ല മയ്യത്താണെങ്കിൽ ഖദ്ദിമൂനി ഖദ്ദിമൂനി, ഇന്ന് നിങ്ങൾ ഇവിടെ കൊണ്ടിട്ട് ഇറങ്ങാറാക്കില്ലെന്ന്, വേഗം കൊണ്ടുപോയി എന്ന് ഖബറാളി പറയുമെന്ന് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ കരളിന്റെ കഷ്ണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകർ പറയാ. അപ്പൊ നമ്മൾ ഇങ്ങനെ കാണൽ നാടകം നടത്തിയാലോ? ഇന്ന് പല നാടുകളിലോ അങ്ങനെയാണല്ലോ. മയ്യത്താണ് കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിക്കുകയാണ്, ഇനി ആരാ നെയ്യപ്പൻ ചൂട്ടച്ചക്കല്ല ഇവിടെ എല്ലാരും ഇങ്ങനെ വിളിക്കാൻ. എല്ലാവരും കണ്ട തന്നെയാണ്, ഒരു പ്രയാസം എന്നാലും കാണുക. എന്നിട്ടൊക്കെ കഴിഞ്ഞ് മയ്യത്തെടുക്കാൻ സമയത്ത് അടുത്തൊരു ചോദ്യം, ഇനി ആരെങ്കിലും ഉണ്ടോ, എടുക്കട്ടോ, ഇനി ആരെങ്കിലും ഉണ്ടോ? പറയണോനോ അത് പൊത്തി ശരിയാക്കണം. എല്ലാരും ഇങ്ങനെ വിളിച്ചത് പക്ഷെ എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചോനെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ല എന്ന് പറഞ്ഞാലും ഉസ്താദുമാരിങ്ങനെ പറയുണ്ടാവും, സമയം കുറെ വേടത്തോളി. അപ്പോഴും കാര്യപ്പെട്ട ആൾ അവിടെ ഇങ്ങനെ വന്നാണ്ട് ഞാരാ ഇപ്പൊ മൂത്രപ്പേരുന്നൊരു താത്ത ഞാൻ ഉണ്ടേ, ഇനി മൂപ്പത്തേരെ കാത്തുക്കുക അവിടെ, മൂപ്പത്തേരെ കാത്തുക. കണ്ട് അവസാനം എന്താ അർത്ഥം എന്നറിയോ? നമ്മൾ അനാദരവ് കാണിക്കുക. മയ്യത്തെ വരെ എന്നെ കൊണ്ടുപോയിക്കോ. മക്കളും പേരക്കുട്ടികളും കുടുംബക്കാരും പറയാ കൊണ്ടുപോലെ കിടക്കടി ഇവിടെ കുറച്ചു നേരം കൂടി, മരിച്ചാലും എന്നെ വെറുതെ വിടൂല. അതിനും ഈ കോലത്ത് ഞാൻ പറഞ്ഞു വരുന്നു, നല്ല മയ്യത്തെ പറയാൻ വേഗം കൊണ്ടുപോകൂ എന്ന്. എന്താ കാരണം? അവരാഗ്രഹിക്കുന്നത് ആ യാത്ര ആനന്ദത്തിന്റെ യാത്രയാണ്. നമ്മൾ വിചാരിക്കും സഹോദരികളെ, മഹ്ശറിലേക്കുള്ള യാത്ര ബേജാറല്ല. ഈ ഭൂമിയിൽ നമ്മൾ അച്ചടക്കത്തിൽ ജീവിക്കോ, റബ്ബിന്റെ ഇഷ്ടത്തിൽ ജീവിക്കോ. യാത്ര സന്തോഷ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പറയുന്നതിന്റെ ബർക്കത്തുണ്ടെങ്കിലും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. യാത്ര രസ. ഇനി നമുക്ക് പോയി കിടക്കാനുള്ള സ്ഥലം ഏതാ അറിയോ? ഖബറ. ഇനി പോയി മനുഷ്യന്മാര് കിടക്കാനുള്ള സ്ഥലം ഖബറാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, നല്ല മനുഷ്യന്മാരെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ആ മനുഷ്യന്മാരോടുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ മലക്കുകളെ ഖബറാളിയോട് പറയുന്നൊരു വാക്കുണ്ട്, പുതിയ പുതിയൊന്നും ആദ്യ രാത്രി ഉറങ്ങിയതുപോലെ ഉറങ്ങിക്കോ. ഖബർ വേജാറിന്റെ ലോകാണ്. ഖബർ ഇരുട്ട് റൂമാ ഒക്കെ ശരിയാ. പക്ഷേ നല്ലവരായാൽ ഖബർ സ്വർഗ. ഒരു മനുഷ്യന്റെ സ്വന്തം പേരുണ്ടല്ലോ, നമ്മളെ വീട്, ആ വീട് കോടിക്കണക്കിന് ഉറുപ്പ്യക്കുള്ള വീടുണ്ടാക്കിയിട്ട് ഏറ്റവും വലിയ രാജകീയ പ്രൗഢിയോടെ വീടുണ്ടാക്കിയാലും അതിനേക്കാളും ആനന്ദമുള്ള വീട് ഖബറാ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആനന്ദമുള്ള വീടാ ഖബർ. കാരണം ഖബറിലേക്ക് നല്ല മനുഷ്യരെ കൊണ്ടുപോയി വെച്ചാൽ മുമ്പ് മരിച്ചുപോയ ആളുകളൊക്കെ അവനെ കാണാൻ വരുമല്ലോ. ഹാഫിദ് ഇബ്നു ഖയ്യിം റളിയല്ലാഹുവിനെ പോലുള്ള മഹാന്മാര് പറയുന്നുണ്ട്, ഒക്കെ കാണാൻ വരുമല്ലോ. അപ്പൊ വലിയ ആളുകൾ, വലിയ ആളുകളുണ്ടാവില്ല, കാര്യപ്പെട്ട ആളുകൾ, അവർ വന്നിട്ട് പറയാലോ, എല്ലാവരോടും മാറിക്കൊടുക്കും, ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ, ഒന്ന് വിശ്രമിച്ചോട്ടെ, എന്നിട്ട് കാണാം എന്ന് പറഞ്ഞ് മരണപ്പെട്ടു പോയ ആളുകളൊക്കെ അവരെ കാണാൻ വരുന്ന അമ്പിയാക്കൾ മഹാന്മാരുമായി ഒക്കെ അവർക്ക് സംഭാഷണം നടത്താനും സംസാരിക്കാനും കഴിവുണ്ടാകും. അപ്പൊ അവര് മരിച്ചു പോകല്ല, അവര് വേറൊരു ലോകത്തേക്ക് താമസം മാറ്റുക, ആനന്ദത്തിന്റെ ലോകത്തേക്ക്, ഏറ്റവും വലിയ ടെൻഷൻ ഇല്ലാത്ത ആഹ്ലാദത്തിന്റെ ലോകത്തേക്ക് താമസം മാറ്റുക. അതാണ് മറ്റൊരു ലോകം. അല്ലാഹു നമുക്ക് ആ ഒരു അവസ്ഥ ആക്കി തരുമാറാവട്ടെ. നല്ലവരായി ജീവിച്ചാൽ അങ്ങനെയാണ്. ഖബർ നൗമത്തിൽ അറൂസ്. ആ വാക്കിന്റെ അർത്ഥത്തെ നോക്കി നിങ്ങൾ. അറൂസ് പറഞ്ഞാൽ പുതിയാപ്പള എന്നർത്ഥം. പുതിയാപ്പള പറഞ്ഞാല് പുതിയാപ്പള കണ്ണൂർ ജില്ലയിലൊക്കെ വടി കുത്തി പിടിച്ച് നടക്കുമ്പോൾ നമ്മൾ പുയ്യാപ്പളയാണ് പറയും.
അയാൾ ബഡിയോടൊന്ന് കൊടുക്കും. പുയ്യാപ്പഴ ഞാൻ കബറിക്കുള്ള പുയ്യാപ്പളയും പറയും. ആ കോലത്തിൽ അതല്ല പുയ്യാപ്പഴ. അറൂസ് പറഞ്ഞാൽ ആദ്യ രാത്രി ഉണ്ടല്ലോ, ഫസ്റ്റ് നൈറ്റ്, ആദ്യ രാത്രി മറന്നോ? അതെന്താ മറക്കണ്? ആദ്യ ആ രാത്രിയുടെ ഉള്ള ആ ആളെ പേരാണ് അറൂസത്ത്, ആദ്യ രാത്രി. ആ രാത്രി പ്രത്യേക രാത്രിയാണ്, അതാരും മറക്കൂല. വയസ്സന്മാരാ രാത്രി മറന്നോ? ആദ്യ രാത്രി മറന്നോ? എത്ര വയസ്സായാലും മറക്കാത്തൊരു രാത്രി ഉണ്ട്, അത് ആദ്യ രാത്രി. ആ ഫസ്റ്റ് രാത്രി ആ റൂമിൽ ഇങ്ങനെ പോയി ഇരുന്നിട്ട് പഠിച്ചോനെ എപ്പോൾ വരില്ല ജന്തു, എന്തൊരുക്കും ആ സാധനം, രാജവമ്പാലാവോ കരിമൂർക്കനാവോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിരിക്കും. പ്രത്യേക സമയമുണ്ടല്ലോ, ഒരു പ്രത്യേക നേരാ. എന്താ റബ്ബേ അവളോട് ഞാൻ പറയാ, എന്തായിരിക്കും അവളെ അവസ്ഥ? ബേജാറും സുഖവും കണ്ണീർ സന്തോഷവും രസവും എല്ലാം കൂടി കൂടിക്കലർന്ന് എങ്ങനെയാണെന്ന് വർണ്ണിക്കാൻ പറ്റാത്ത സമയം. പണ്ടൊരു ഭർത്താവ് പുതിയാപ്പിള ആദ്യമായിട്ട് പെണ്ണ് കയറി വരുമ്പോൾ എന്താ അവളോട് സംസാരിക്കാൻ നമുക്കൊരു പിടുത്തൂല്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് വർത്താനം തുടങ്ങണ്ടേ അവളോട്? എന്താ റബ്ബേ സംസാരിക്കുക? എൻ്റെ പേരെന്താണെന്ന് ചോദിക്കാൻ പറ്റില്ല, അത് അന്ന് ചോദിച്ചതാ. എത്ര പഠിച്ചു എന്ന് ചോദിക്കാൻ പറ്റൂല, അതും മുമ്പ് ചോദിച്ചിരിക്കണം. ഇപ്പോഴത്തെ പെണ്ണോട് രണ്ടാമതും ചോദിച്ചാൽ പെണ്ണുങ്ങൾ തിരിച്ചു ചോദിച്ചു നിങ്ങളെന്താ പൊട്ടനാന്ന് ചോദിക്കും. അന്ന് ചോദിച്ചില്ലേ ചോദിക്കും. ഇപ്പോഴത്തെ പെണ്ണുങ്ങളാണ് സൈസാളെ. അപ്പോൾ അതുകൊണ്ട് അത് ചോദിക്കാൻ ഇനിയിപ്പോൾ എന്താ ചോദിക്കാറ്? ഇപ്പം ആലോചിക്കുന്ന അടി കൂടി ഓള് റൂമിൽ കൂടെ വന്നു. എന്താ സംസാരം തുടങ്ങണ്ടേ? ഓള് കണ്ടുക്ക് നോക്കുക, ഇവനും അവളെ കണ്ടുക്ക് നോക്കുക. എന്താ ഇപ്പം ചോദിക്കണേ? അവസാനം ഇപ്പം കീശിന്ന് ഒരു 500 ഉറുപ്പിക എടുത്തോണ്ട് ഒരു 500 ചേഞ്ച് ഉണ്ടായിച്ചാലോ. കാര്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങണ്ടേ? ഉറങ്ങണ്ടെന്ന് കരുതി പറഞ്ഞ മനുഷ്യന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ ഒരു ആനന്ദത്തിന്റെ രാവാണ് ആദ്യ രാത്രി. അതാരും മറക്കൂല. അന്ന് നേരം വെളുക്കുന്നത് അന്ന് അറിയില്ല. കാരണം അതിരാത്രി മണിയറയിൽ വന്നു, അവരെ കുശലാന്വേഷണങ്ങളും സംസാരങ്ങളും. പിന്നെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ വാക്ക് അതങ്ങനെ ഒരു പ്രയോഗമാണ്. ആദ്യ രാത്രിയിൽ ഉറങ്ങല, അതൊരു പ്രയോഗമാണ്. ആദ്യ രാത്രി ഉറങ്ങണ ദിവസമല്ല, ആദ്യ രാത്രി ആനന്ദത്തിന്റെ ദിവസം. അത് പിന്നെ ഉറക്കം, അതൊരു പ്രയോഗ. അത് പുതിയാപ്പളിനോട് ഏട്ടന്മാര് പറയില്ലേ, എടാ പോയി ഉറങ്ങിക്കോ, സമയം കുറേ പോയി ഉറങ്ങിക്കോ അറിയില്ലേ? ജ്യേഷ്ഠനോട് ചോദിക്കലുണ്ട്, കാക്ക ഉറങ്ങാപ്പോ പെണ്ണിട്ടാണ്. അല്ല, അതങ്ങനെ പറയാ. പെണ്ണിനോട് നാത്തന്മാര് പറയില്ലേ, സമയം കുറേ പോയി ഉറങ്ങിക്കോ, ചെല്ലേ പോയി ഉറങ്ങിക്കോ. പോളി ചോദിക്കലുണ്ട്, ഉറങ്ങാപ്പോ ഇങ്ങോട്ട് 2 പേര് തന്നെ റൂമുണ്ടല്ലോ എന്ന് പറയോ? ഇല്ല, അവിടെ പോയിക്കോ, ബാക്കി നിങ്ങളെ കഥ. ജീവിതത്തിൽ ഒരു ആനന്ദത്തിന്റെ ദിവസം, നേരം വെളുക്കോളം സന്തോഷം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ആ സന്തോഷം ഒരു ദിവസം ഉണ്ടാവുള്ളൂ. ആ സന്തോഷം ഒരു ദിവസം ഉണ്ടാവുള്ളൂ. പിന്നെ അതങ്ങനെ അത് തീരും അല്ലേ? അതങ്ങനെ ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം ഉണ്ടാവില്ല, നാളത്തെ ദിവസം മറ്റന്നാൾ ഉണ്ടാവില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് മോള് വരും, എന്താ മോളെ വർത്താനോ? തിരക്കിടില്ലപ്പോ, നല്ല സന്തോഷം അൽഹംദുലില്ലാ അറിയും. ഒരു 6 മാസം കഴിഞ്ഞ് വരും, എന്താ മോളെ വർത്താനോ? തിരക്കിടില്ല, അങ്ങനെ ഓണ് അറിയും. ഒരു 8 മാസം 1 കൊല്ലം കഴിഞ്ഞ് മോള് വരും, എന്താ മോളെ വർത്താനോ? അങ്ങനെ ഓണ് അറിയും. എന്താ കാരണം? ജീവിതത്തിന്റെ രസം മെല്ലെ അങ്ങനെ അവസാനിക്കുക. എന്നാൽ അവസാനിക്കാത്ത ഒരു രസമുള്ള ലോകമുണ്ട്. അവസാനിക്കാത്ത ഓരോരോ ദിവസവും അവസാനിക്കാത്ത രസത്തിന്റെ ലോകമാണ്. അതാണ് ഖബർ. അതാണ് ഖബറിനം കനൗമത്തിൽ അറൂസ്. അത് രാത്രിയിൽ നിനക്ക് കിട്ടുന്ന ആനന്ദമില്ലേ? അത് രാത്രിയിൽ നിന്റെ മനസ്സിന് തോന്നിയ അനുരാഗമില്ലേ? അത് രാത്രിയിൽ നിനക്ക് ലഭിച്ച സന്തോഷമില്ലേ? ആ സന്തോഷം നീ ഖബറിൽ ആസ്വദിച്ച് കിടന്നോ എന്ന് പറഞ്ഞ ഖബർ ഇരുട്ട് റൂമല്ല സഹോദരാ. ആളുകൾക്ക് അത് ഇരുട്ട് റൂമായി തോന്നിയാലും മരിച്ചവർക്ക് അത് ഇരുട്ട് റൂമല്ലാതെ സ്വർഗമാണ്. അതിൽ നിന്നൊരു കവാടം സ്വർഗത്തിലേക്കുള്ള തുറന്നു കൊടുക്കുകയാണ്. പിന്നെ ആ സ്വർഗത്തിന്റെ ആനന്ദം അവന് ഖബറിൽ ലഭിക്കുകയാ. അപ്പൊ ഖബർ ആഹ്ലാദത്തിന്റെ ലോകമാ, സന്തോഷത്തിന്റെ ലോകമാ. ഈ ദുനിയാവിൽ ഖൈറായ പ്രവർത്തനം ചെയ്ത് ജീവിക്കുമോ? അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ നിങ്ങളെ ജീവിതം ചിട്ടപ്പെടുത്തുമോ? എന്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, ഖബർ സ്വർഗ പൂങ്കാവനമാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത്, ഖബർ സ്വർഗമാക്കാൻ വിഭവങ്ങൾ ഭൂമിയിൽ വെച്ചൊരുക്കുക. മഹാന്മാരായ ഉസ്താദന്മാരെ പലവട്ടം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും. തബാറക സൂറത്തൊരു മനുഷ്യനോദിയാൽ അവന്റെ ഖബറിലെ ചോദ്യമില്ല, ഖബറിലെ ഹിസാബില്ല. ഖബറിലെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് തബാറക സൂറത്ത് പതിവാക്കുക എന്നുള്ളതെന്ന് ലോകത്തെ പഠിപ്പിച്ചു അല്ലാഹുവിന്റെ ദീൻ. അങ്ങനെ ഖൈറാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടി, നാവ് കൊണ്ട് കിട്ടാവുന്നത്ര അമലുകളൊക്കെ ചെയ്തു കൂട്ടിയാൽ ആ
കിട്ടുന്ന സന്തോഷം ഖബർ സ്വർഗത്തിന്റെ ലോകമായി മാറുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, അത്തരം നന്മകളൊക്കെ ചൊല്ലി പറയുന്ന ജീവിതമാ നമ്മൾ നയിക്കേണ്ടത്. ഒറ്റപ്പെടുമ്പോ രക്ഷപ്പെടാൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാരുമായി ഇടപഴകാൻ, സ്വർഗത്തിന്റെ ആനന്ദം ഖബറിൽ ആസ്വദിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ നമ്മൾ നിർവഹിക്കുക. മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് അള്ളാന്റെ പ്രവാചകരെ പറഞ്ഞില്ലേ, ആയിഷ എല്ലാ ദിവസവും ഒരു ഖത്തം തീർത്തിട്ട് ഉറങ്ങണം. ആയിഷ എല്ലാ ദിവസവും ഒരു ഖത്തം തീർത്ത് ഉറങ്ങണമെന്ന് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, പിന്നൊരിക്കൽ നബിയെ ഒരു ഖത്തം രാത്രി തീർക്കാൻ കഴിയുമോ നബിയെ? ആയിഷ ബീവിയോട് നബിയുടെ മറുപടി, ഒരു ഖത്തം തീർക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം കിടക്കാൻ നേരത്തൊരു 3 ഖുൽ ഹുവല്ല മറക്കല്ല ഫാത്തിഹ. ആയിഷ 3 ഖുൽ ഹുവല്ല ഓതിയിട്ട് ഉറങ്ങിയാൽ അതൊരു ഖത്തത്തിന്റെ കൂലിയാ. ശഫീഉനാ റസൂലുള്ളാഹി. നമ്മളെ റബ്ബ് ലത്തീഫ. ആഖിറ ലോകത്തെ രക്ഷപ്പെടാനുള്ള കുറുക്ക് വഴികൾ പോലും അള്ളാന്റെ ദീൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആഖിറ ലോകത്തെ രക്ഷപ്പെടാനുള്ള കുറുക്ക് വഴികൾ പോലും അള്ളാന്റെ ദീൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കിടക്കാൻ നേരത്തെ ഒരു 3 ഖുൽ ഹുവല്ല പതിവാക്കിയാൽ ഒരു ഖത്ത ഓതിയ കൂലിട്ടുമല്ലോ. നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഖത്ത, ഒരു 3 ഖുൽ ഹുവല്ല, സാധാരണ ദിക്റുകൾക്കൊക്കെ പുറമെ ഒരു 3 ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള കിടക്കാൻ നേരത്തെ ഓതിയ തീർത്ത കൂലി. ഒരു മനുഷ്യന് കിട്ടുന്ന ആയുസ്സിൽ എല്ലാ ദിവസവും ഓതിയ എത്ര ഖത്തം തീർത്തിട്ടാവും മരിച്ചു പോണത്. നമ്മളെ മുത്തുനബിന്റെ ഉമ്മത്തിലേക്ക് ആയുസ് കുറവാ അല്ലേ? മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ 900 കൊല്ലൊക്കെ ജീവിച്ച ആളുകളില്ലേ? നമുക്ക് ആയുസ് കുറവാ. പക്ഷെ അവർക്കൊക്കെ കിട്ടിയതിനേക്കാൾ കൂലി വാങ്ങാനുള്ള വഴി അള്ളാഹുവിന്റെ ദീൻ, മുത്തുനബി അള്ളാഹുവിന്റെ ദീൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ സ്വീകരിക്കണം എന്ന് മാത്രം. ഒരു 3 ഖുൽ ഹുവല്ല, പക്ഷെ അത് സ്വീകരിക്കണം. നേരെ പക്ഷെ നമ്മൾ വളഞ്ഞ് എന്തിക്കരുത്. ഇതിങ്ങനെ പറയുമ്പോൾ 3 ഖുൽ ഹുവല്ല ഒരു ഖത്ത, സന്തോഷമായി. ഞാൻ നാളെ മുമ്പേക്ക് എൻ്റെ കുട്ടികൾ ദുബായിൽ എൻ്റെ ജോലി കിട്ടാൻ വേണ്ടി ഒരു ഖത്ത നേർച്ചയാക്കിയെന്ന്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു 3 ഖുൽ ഹുവല്ല ഓതിക്കണ്ട, അതാണ്ട് കഴിച്ചിലാക്കണം. അങ്ങനെ ആ തട്ടിപ്പൊന്നും നടക്കൂല. നമ്മളങ്ങനെ പണ്ട് മഹാനായ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് ഒരു പാത്രത്തിൽ നിന്ന് ഉസ്താദും ഷെയ്ഖുനയും ഉസ്താദും കുട്ടികളും എല്ലാവരും കൂടി ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണത് ഏതോ ഒരു സ്ത്രീ ഏതോ ചാനലിൽ വന്ന് കണ്ടു. അപ്പൊ ആ പെണ്ണ് പറഞ്ഞല്ലോ, എന്താലേ ഉസ്താദ് ഭക്ഷണം കഴിക്കണത്, നല്ലൊരു ചര്യ, എല്ലാവരും കൂടി ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കല്ലേ. അപ്പൊ നമുക്കും അതേമാതിരി ചെയ്യണം. നല്ല ആഗ്രഹമല്ലേ? നല്ല ആഗ്രഹമല്ലേ? കുട്ടികളും മക്കളും ബാപ്പിയും അമ്മയൊക്കെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക നല്ല ചര്യയാണ്. ആ സ്ത്രീയുടെ മനസ്സിലുള്ള ആഗ്രഹം, നമുക്കും അങ്ങനെയൊക്കെ ചെയ്യണം, അതൊക്കെ നല്ല സംസ്കാരമാണ്. അപ്പൊ നല്ല കൂലിട്ടു അവർ ആഗ്രഹം ഉണ്ടായല്ലേ. പിന്നെ താത്ത പറഞ്ഞത്, എന്നാ പിന്നെ ഈ പാത്രങ്ങളൊന്നും കഴുകിയൊക്കെണ്ടല്ലേ. അതോടുകൂടെ അത് തൂറ്റിപ്പോയി. താത്താന്റെ ആഗ്രഹം കൂലി കിട്ടലല്ല, ഇടങ്ങേറ് തീരില്ല, ആ നേരം കൂടി TV കണ്ടിരിക്കുക എന്നുള്ളതാ. അതോടുകൂടെ ലക്ഷ്യം മാറി. 3 ഖുൽ ഹുവല്ല ഓതുക എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് മോൻ ദുബായി പോകാൻ വേണ്ടി ഖത്ത നേർച്ചയാക്കിയാണ്. അതുകൊണ്ട് 3 ഖുൽ ഹുവല്ല ഓതി ഇസ്ലാമെന്ന് കരുതണ്ട. നേരെ 3 ഖുൽ ഹുവല്ല ആത്മാർത്ഥമായി ഓതിയാൽ അള്ളാഹ് നൽകുന്ന നമ്മളോടുള്ള ലുത്ഫ് കൊണ്ട് റബ്ബ് നൽകുന്ന ഓഫറാ. ഒരു 3 ഖുൽ ഹുവല്ല ഓതിയാൽ ഒരു ഖത്തം ഓതിയ കൂലി പടച്ച റബ്ബ് തരിക. അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകർ പിന്നെ പറഞ്ഞു കൊടുത്തു, ആയിഷ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്തിന് വിധേയയായി ഉറങ്ങണം ആയിഷ. നാളെ മഹ്ശറ ലോകത്ത് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് നിനക്ക് കിട്ടണം. മുത്ത് നബിയുടെ ശഫാഅത്തിന് അവസരം കിട്ടുന്ന രൂപത്തിൽ നീ ഉറങ്ങാവോ? അതിന് ഞാൻ എന്ത് ചെയ്യണം നബിയേ? റസൂലുള്ളാഹിന്റെ മറുപടി, ആയിഷ നീ എൻ്റെ റസൂലുള്ളാഹിന്റെ മേലെ സ്വലാത്ത് ചൊല്ലിയിട്ടേ ഉറങ്ങാവോ. മുത്ത് നബിയുടെ മേലെ നീ സ്വലാത്ത് ചൊല്ലണം. കിടക്കാൻ നേരത്തെ റസൂലുള്ളാഹിന്റെ മേലെ സ്വലാത്ത് ചൊല്ലി കിടക്കുന്നതാണ് പെണ്ണ്. നാളെ മഹ്ശറ ലോകത്ത് നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ഉറപ്പാ എന്ന് അള്ളാഹിന്റെ പ്രവാചകരെ പറഞ്ഞു കൊടുക്കുമ്പോ കിടക്കാൻ നേരത്തെ സ്വലാത്തുകൾ കഴിവിന്റെ പരമാവധി ചൊല്ലുക. എത്ര എണ്ണം എത്രയുമാകാം കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ ചൊല്ല. റസൂലുള്ളാഹിന്റെ മേലെ സ്വലാത്തുകൾ പെരുപ്പിക്കുന്നവർ വിജയിച്ചവരാ. ഒരിക്കൽ 4 മലക്കുകൾ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ വന്ന ഹദീസിൽ മഹാനായ മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ എല്ലാ ദിവസവും 10ൽ കുറയാത്ത സ്വലാത്ത് അങ്ങയുടെ മേലൊരാണോ അവര് പെണ്ണോ ചൊല്ലിയാൽ സിറാത്ത് പാലം ഞാൻ കൈപിടിച്ച് കടത്തി കൊടുക്കും നബിയേ. മുഖറബായ ജിബ്രീൽ
ഒരു ദിവസം ഒരു 10-ൽ കുറയാത്ത സ്വലാത്ത് മരിച്ചോളം നിലനിർത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 100 സ്വലാത്ത് എന്തായാലും 10-ൽ കുറയാത്ത സ്വലാത്ത് നിർബന്ധമായി നിലനിർത്തിയാൽ ജിബ്രീൽ പറയാ, നാളെ മുടിയേക്കാൾ നൈസായ വാളിനേക്കാൾ മൂർച്ചയേറിയ സ്വലാത്ത് പാലം കൈപിടിച്ച് ഞാനാണ്ട് കടത്തി കൊടുക്കും. അത് കേട്ട പൈസർ മഹാനായ മികായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അങ്ങനെ എല്ലാ ദിവസവും ഒരു 10 സ്വലാത്തിൽ കുറയാത്ത സ്വലാത്ത് പതിവാക്കുന്ന ആണോ പെണ്ണോ ഉണ്ടെങ്കിൽ നാളെ മഹ്ശറിൽ ഹൗദുൽ കൗസർ കുടിക്കാൻ ഞാൻ അവരെ സഹായിക്കും നബിയേ. ഇത് കേട്ട പൈസറാഫീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഒരു ദിവസവും മുടങ്ങാതെ അങ്ങയുടെ മേൽ 10-ൽ കുറയാത്ത സ്വലാത്ത് പതിവാക്കുന്ന ആണോ പെണ്ണോ ഉണ്ടെങ്കിൽ നാളെ മഹ്ശറ ലോകത്ത് അവര് വരുമ്പോ ഞാൻ അർശിന്റെ താഴ്ഭാഗത്ത് സുജൂദിൽ കിടക്കും നബിയെ. സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നതാ, നിന്റെ ഹബീബിന്റെ മേലില് 10-ൽ കുറയാത്ത സ്വലാത്ത് മരണം വരെ പതിവാക്കിയ ആണാണ് വരുന്നത് പെണ്ണാണ് വരുന്നത്, അവൻ വരുന്ന ആ ഭാഗത്ത് നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ല, നീ മാപ്പ് കൊടുക്കണേ അല്ല, എല്ലാ ദോഷവും അല്ല പുറത്ത് കൊടുത്തു എന്ന് ഉറപ്പ് കിട്ടിയിട്ട് ഞാൻ എൻ്റെ തല പൊക്കു നബിയേ. ഇത് കേട്ടപ്പോ മഹാനായ മലക്കുൽ മൗത്ത് ഇസ്രാഈൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു ദിവസവും ഇടവിടാതെ അങ്ങയുടെ മേലെ 10 സ്വലാത്ത് പതിവാക്കുന്ന ഒരു മനുഷ്യൻ, അതാ അയാളെ റൂഹിനെ ഞാൻ എങ്ങനെയാണ് പിടിക്കുക എന്നറിയോ നബിയേ? അമ്പിയാക്കളെ റൂഹ് പിടിക്കും പോലെ ഞാൻ അയാളെ റൂഹിനെ പിടിക്കുകയാ റസൂലല്ലാഹ് എന്ന് മഹാനായ ഇസ്രാഈൽ അലൈഹിസ്സലാം പറയുമ്പോ കഴിവിന്റെ പരമാവധി മാണിക്കക്കല്ലിന്റെ മേലെ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ, മാണിക്കക്കല്ലുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ എന്താ സഹോദരികളെ സന്നദ്ധരാവലോടൊപ്പം അള്ളാഹുവിന്റെ ദീൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. കിടക്കാ സമയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് ഉറങ്ങണേ, എന്നാ മുത്തുനബിയുടെ ശഫാഅത്ത് ഉറപ്പാ. പിന്നെ